ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേസ്റ്റ് ക്ലോത്തുകൾ വെച്ചിട്ടുള്ള ഒരു ഡോർമാറ്റ് ആണ്. ഞാനിപ്പോൾ ടോപ്പും കുട്ടിയുടെ ഡ്രസ്സും ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്നിരിക്കുന്ന തുണിയാണ് ഡോർമാറ്റ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഉപയോഗിക്കാൻ പറ്റാത്ത ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതുപോലുള്ള ഡോർമാറ്റുകൾ ഉണ്ടാക്കാവുന്നതാണ്. വേനൽക്കാലത്തും മഴക്കാലത്തും നമുക്ക് ഒരുപോലെ ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഡോർമാറ്റ്. ഈ ഡോർമാറ്റ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് നീളത്തിലുള്ള പീസുകളാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെയുള്ള വേസ്റ്റ് ക്ലോത്തുകളൊക്കെ ഇതുപോലെ 1.5 ഇഞ്ച് വീതിയിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നീളം നമ്മുടെ കയ്യിലുള്ള തുണിക്കനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ആദ്യം ഞാനിവിടെ ഒരു പീസിന് മറ്റൊരു പീസ് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് എടുക്കുകയാണ്. ഇതുപോലെ വെച്ചിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി 2 പീസുകളും അതേപോലെ തന്നെ ജോയിൻ ചെയ്ത് എടുക്കണം. ഇപ്പോൾ ഞാൻ ഈ പീസിന് മറ്റൊരു പീസ് ഇതുപോലെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ ഓരോ പീസും തമ്മിൽ ഒരുപാട് അങ്ങ് ലെങ്ത്തിൽ ജോയിൻ ചെയ്ത് എടുക്കരുത്. ഇപ്പോൾ ഞാൻ ഇതുപോലുള്ള 3 പീസുകളാണ് എടുത്തിരിക്കുന്നത്. ഈ 3 പീസുകളും ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് കൈകൊണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. ഈ മാറ്റ് ഉണ്ടാക്കാനായിട്ട് തയ്യൽ മെഷീൻ വേണമെന്നൊന്നും ഇല്ല കേട്ടോ, കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സാധാരണ മുടിയൊക്കെ എങ്ങനെയാണ് മെടഞ്ഞ് കെട്ടാറുള്ളത് അതുപോലെ തന്നെ ഈ തുണിയും ഒന്ന് മെടയണം. ഇതുപോലെ മെടഞ്ഞെടുക്കണം. ഒരുപാട് ലെങ്ത്തിലുള്ള തുണിയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ ഇതുപോലെ മെടയുമ്പോൾ ഏറ്റവും താഴത്തെ ഭാഗത്തൊക്കെ കെട്ടി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ലെങ്ത്തിൽ എടുക്കരുത്. അപ്പോൾ ആദ്യം ഞാൻ ഇത്രയും നീളത്തിൽ മെടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 3 അറ്റത്തേക്കും ഓരോരോ പീസ് വീണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. തുണി ഏതായെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ കയ്യിലുള്ള തുണിക്ക് അനുസരിച്ചിട്ട് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. കളറൊക്കെ വ്യത്യാസം വന്നാലൊന്നും കുഴപ്പമില്ല. ഇതുപോലെ ഉള്ള 3ൻ്റെയും അറ്റത്തേക്ക് 3 തുണി വെച്ചിട്ട് ജോയിൻ ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഞാൻ ഇതുപോലെ 3ഉം ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ആദ്യം മെടഞ്ഞതുപോലെ തന്നെ മെടഞ്ഞെടുക്കണം. തുണി ആവശ്യമായിട്ടുള്ളത് ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഇത്രയും മെടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് ഞാൻ സൂചിയും നൂലും ഉപയോഗിച്ചിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനെ ചുറ്റിയെടുത്തിട്ട് സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുറച്ച് ചുറ്റിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ സൂചിക്ക് 4 ഇഴയായിട്ടാണ് നൂല് കോർത്തെടുത്തിട്ടുള്ളത്. ഒരുപാട് ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കരുത്. നമുക്ക് കറക്റ്റ് റൗണ്ടായിട്ട് എങ്ങനെയാണ് കിട്ടുകയെന്ന് നോക്കിയിട്ട് അതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ മാറ്റ് റൗണ്ടായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ, സ്ക്വയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം.
ഇതുപോലെ ചുറ്റി ചുറ്റി സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഞാൻ ഇത്രയും ചുറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ചുറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ മിഷൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഓരോ സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ മിഷനിലും ചിലപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എൻ്റെ മിഷനിൽ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ നമ്മുടെ മാറ്റ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കും. പെട്ടെന്നൊന്നും കേടാവില്ല. വെറുതെ കളയുന്ന തുണികൾ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഡോർമാറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് കാണാനായിട്ടും നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.